ഇതിനും സർട്ടിഫിക്കറ്റ്. Good morning. Good morning, Miss. Good morning, ma'am. നമുക്ക് ജസ്റ്റ് നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സിന്റെ ഒരു ചെറിയൊരു റിവിഷൻ പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് ഓടിച്ചിട്ടിട്ട് ഒരു 12:15 അവസാനിപ്പിക്കും കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റ്സ് നിഷ മിസ് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്സിന് എന്തോ കേരളം എന്ന് പറഞ്ഞു. അപ്പം 12:15 നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പഠിച്ച ചാപ്റ്റേഴ്സ്, ഞാൻ എടുത്ത ചാപ്റ്റേഴ്സുകൾ ഇതൊക്കെയായിരുന്നു. ഒന്ന് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, ഇതിന്റെ ഒരു പകുതി ഇല്ല, ഒരു കുറച്ച് ഭാഗം തൊട്ടേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, പിന്നെ എന്തായിരുന്നു ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH, ദെൻ സെൻട്രലൈസ്ഡ് മെഡിക്കൽ കെയർ സിസ്റ്റം, മെഡിക്കൽ എക്യുപ്മെന്റ്, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, മെഡിക്കൽ ഇൻഷുറൻസിന്റെ കുറച്ച് വിഭാഗങ്ങൾ, വിഭാഗം ഇത്രയാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം നിങ്ങൾ പഠിച്ചത് പബ്ലിക് റിലേഷൻസ് ആയിരുന്നു അല്ലെ? അപ്പൊ പബ്ലിക് റിലേഷനില് നമ്മള് കേട്ടോ, ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞത് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ, ആ ഒരു ചാപ്റ്റർ ആണ് നമ്മള് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ് അല്ലെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഭാഗങ്ങൾ ടാബുലർ കോഡൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരാണ്? എഡ്വേർഡ് ബെർണേസ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് അല്ലെ, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഡെഫിനേഷൻ, ജോൺ വില്ലറ്റിന്റെ ഡെഫിനേഷൻ കേട്ടോ. പബ്ലിക് റിലേഷൻ ചിലപ്പോൾ ആ ഒരു ഡെഫിനേഷൻ തന്നിട്ട് ഇതാര് പ്രപ്പോസ് ചെയ്ത ഡെഫിനേഷൻ ആണ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതണം കേട്ടോ. ജോൺ വില്ലറ്റിന്റെ ആണ്. പിന്നെ നമുക്കറിയാം പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് കേൾക്കാം കേട്ടോ. 1-2 മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. ഹു വാസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? എന്താണ് ഉത്തരം? എഡ്വേർഡ് ബെർണേസ് ആണ് അല്ലെ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ദ ബുക്ക് റിട്ടേൺ ബൈ എഡ്വേർഡ് ബെർണേസ്. എഡ്വേർഡ് ബെർണേസ് എഴുതിയിട്ടുള്ള ബുക്ക് ഏതാണെന്ന്? ഇതാണ് ബുക്ക് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, പിന്നെ അടുത്ത നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ? അപ്പൊ നമ്മൾ അവിടെ നീഡ്സ് ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ പോയിന്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ? താഴെ തന്നിരിക്കുന്നവയില് ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകതയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓപ്ഷൻസ് വായിക്കാം. അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ്, ഓപ്ഷൻ ബി improve employee morale, option C enhance hospital image, option D ignorant public opinion. ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ. പബ്ലിക് ഒപ്പീനിയനെ ഇഗ്നോർ ചെയ്യാം എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പബ്ലിക് ഒപ്പീനിയനെ മാനിക്കണം, അല്ലാണ്ട് അതിനെ ഇഗ്നോർ ചെയ്യാനോ അവഗണിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല. പബ്ലിക് റിലേഷൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പബ്ലിക്കിന്റെ ഒപ്പീനിയനെ മാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ആണ് അവിടെ തെറ്റായിട്ട് വരുന്നത്, ഉൾപ്പെടാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതൊക്കെ. പിന്നെ അടുത്തത്, Dash is responsible
for speaking to other service organizations and institutions on health care matters. അതൊരു ടേബിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് സിഇഒനെ പറ്റിയൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സ്പീക്കേഴ്സ് ബ്യൂറോ എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ആ ഇതിൽ നോക്കിയാൽ മതി കേട്ടോ. എവിടത്തെയാണ് CEO and staff should use every opportunity to speak to other service organization and institutions on health matters. Okay, അപ്പൊ അങ്ങനെയുള്ള. പിന്നെ what is the expansion of ലാമ? ലാമയുടെ എക്സ്പാൻഷൻ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? എന്താണ്? ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കുറെ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു. ആ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കാം. അതായത് ഡാഷ് സ്റ്റാഫ് ഈസ് എ ഇൻഡിക്കേറ്റർ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ചോദ്യം ശ്രദ്ധിക്കാം. ഡാഷ് സ്റ്റാഫ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താണ് ഉത്തരം വരാം? മിനിമൽ ടേൺ ഓവർ ആണ് അല്ലെ? അതായത് കുറവ് സ്റ്റാഫുകളാണ് പോകുന്നതെങ്കിൽ മിനിമൽ ടേൺ ഓവർ റേറ്റ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഗുഡ് പബ്ലിക് റിലേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ നമ്മൾ അപ്പൊ ആ ഇൻഡിക്കേറ്ററുകളും അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക കേട്ടോ. അതുപോലെ ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് എന്തായിരിക്കും? ഗുഡ് പബ്ലിക് റിലേഷനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പോയിന്റുകളൊക്കെ അന്ന് നമ്മൾ പറയുണ്ടായി. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോളാണ്. 4 റോളുകൾ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് അല്ലെ? കമ്മ്യൂണിക്കേറ്റർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്, പിന്നെ ഒപ്പീനിയൻ മൈസ്ട്രോ, പ്രോബ്ലം സോൾവർ എന്നൊക്കെ പറഞ്ഞൊരു 4-5 പോയിന്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Sociology, psychology, and good journalism are the essential talents of public relation officer as a dash. അതായത് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മൈസ്ട്രോ ആൻഡ് അഡ്വക്കേറ്റ്. എന്താണ് ആൻസർ? കമ്മ്യൂണിക്കേറ്റർ ആണ്. ഓക്കെ, പിന്നെ ആസ് എ ഡാഷ് his or her job to put up the face on news and information that could embarrass or defame the company reputation. റോളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഉത്തരം എന്താണ്? അതായത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ ആശുപത്രിയെ സംബന്ധിച്ച് വരുമ്പോൾ ആശുപത്രിയുടെ ഇമേജ് സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം പബ്ലിക് റിലേഷൻ ഓഫീസർക്കുണ്ട്. അത് ഏത് റോളിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്? പ്രോബ്ലം സോൾവർ എന്നുള്ള റോളിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അതുപോലെ ഡാഷ് ഹാവ് ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റിലവന്റ് ടു ദ ഓഡിയൻസ്. എന്താണ് സംഭവം? ഡാഷ് ഹാവ് ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റിലവന്റ് ടു ദ ഓഡിയൻസ്. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കണം, വളരെ ചുരുക്കമായിരിക്കണം. അതുപോലെ ഓഡിയൻസിന് എപ്പോഴും റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. എന്താണ്? കമ്മ്യൂണിക്കേഷൻ. കറക്റ്റ് ആണ് കേട്ടോ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റീസ് നമ്മൾ അതിനകത്ത് പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടും ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് അറിയാവുന്നതാണ് എല്ലാം. അതുപോലെ ഡാഷ് മസ്റ്റ് നോ ദ ലോക്കൽ പ്രസ് വെൽ. ഡാഷ് മസ്റ്റ് നോ ദ ലോക്കൽ പ്രസ് വെൽ. പ്രാദേശിക മാധ്യമങ്ങളെ ആർക്കറിഞ്ഞിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് അറിഞ്ഞിരിക്കണം. അവരുമായിട്ട് നല്ലൊരു എന്താ പറയുക റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ ഡാഷ് ഓഫ് ദ പേഷ്യന്റ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ ഡാഷ് ഓഫ് ദ പേഷ്യന്റ്. അതായത് നമ്മൾ എന്താണ് ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ഇതില്ലാതെ നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? സൈൻഡ് കൺസെന്റ് ആണ് അല്ലെ? എന്ന് വെച്ചാൽ ആ ഒരു പേഷ്യന്റിന്റെ സൈൻ ചെയ്തിട്ടുള്ള അവരുടെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും അവരുടെ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ശ്രദ്ധിച്ചു കേൾക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാളിറ്റി ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റിയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? അപ്പൊ ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ
റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടൊരു കുറേ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഇതാണ്, ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. ഓപ്ഷൻ ബി, ഇനഫ് കോമൺ സെൻസ്. ഓപ്ഷൻ സി, റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഇതാണ് ആൻസർ വരിക. ഓൾ ഓഫ് ദി എബവ് ആണ്. ഈ പറയുന്നതെല്ലാം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ എളുപ്പമാണ് ആ ചാപ്റ്റർ കേട്ടോ. അപ്പൊ ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ ഒന്ന് പഠിക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തത് നമ്മൾ പഠിച്ചത് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് എടുക്കാം. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസില് നമ്മൾ പഠിച്ചത് എന്താണ്, കുറെ ആക്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരുപാട് ആക്ടുകള്, എത്തിക്സ് എന്താണുള്ളത് നമ്മൾ മനസ്സിലാക്കി. കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ കോഡ് ഓഫ് ബിഹേവിയർ നമുക്ക് പറഞ്ഞ എന്താണ്, എത്തിക്സ് തന്നെയാണ് അല്ലെ. അപ്പൊ എത്തിക്സ് എന്താണ്, ഇറ്റ്സ് എ മോറൽ ഫിലോസഫി. അതുപോലെ ലോ എന്താണ്, ലോയ്ക്ക് നമ്മൾ 3 ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസുകൾ അറിയേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ആവശ്യകത എന്താണ്, അതിന് കുറച്ചധികം റീസൺസുകൾ നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ എന്താണ് MLC അല്ലെ, മെഡിക്കോ ലീഗൽ കേസ് അല്ലെ, അതിന്റെ എക്സ്പാൻഷൻ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അന്വേഷണങ്ങൾ അല്ലെ, നിയമാന്വേഷണങ്ങൾ ആവശ്യമായിട്ടുള്ള ചില മെഡിക്കൽ കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിളുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറെ കണ്ടത് നമ്മൾ കംപ്ലീറ്റ് ആക്ടുകളാണ്. ആക്ടുകളുടെ വർഷങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അല്ലാത്തുള്ള ആക്ടുകൾ, അതായത് നമ്മുടെ ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ PCP MBT ആക്ട് അല്ലെ, പിന്നെ എന്തായിരുന്നു MTP അല്ലെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. ഇതിന്റെയൊക്കെ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഒന്ന് കേൾക്കുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഡാഷ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. ഡാഷ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. എന്താണ് ഉത്തരം? എത്തിക്സ് അല്ലെ, എത്തിക്സ് ആണ്. ഓക്കെ, then dash mentions how employees or members have to act in a particular situations. കറക്റ്റ് ആ ഒരു സെന്റൻസിൽ വന്നതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലും ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരെ എങ്ങനെ പെരുമാറണം എന്ന് പരാമർശിക്കുന്നത് എന്താണ്? എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ. എന്താണ് കോഡ് ഓഫ് കണ്ടക്ട്? കണ്ടക്ട് എന്ന് വെച്ചാൽ എന്താ, ബിഹേവിയർ ആണ്. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പറയില്ലേ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ. കണ്ടക്ട് ആണ് അല്ലെ, ബിഹേവിയർ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. അത് ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളാണ് അല്ലെ. അടുത്തത് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ലീഡ് ഹ്യൂമൻ ആക്ഷൻ ഇസ് കോൾഡ്. എന്താണ് അതിനെ പറയാം? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ലോ ആണ് അല്ലെ. ലോയിനെ സംബന്ധിക്കുന്ന 3 എന്താ പറയാ ഡെഫിനിഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കുക, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഏത് വർഷമാണ്? 1947. ഓക്കെ, 1947. Then അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വിച്ച് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈസ് ഗ്രേറ്റർ ദാൻ 50. അതായത് എംപ്ലോയീസിന്റെ എണ്ണം 50-ഓ 50-ൽ കൂടുതലോ ആണെങ്കിൽ താഴെ പറയുന്ന ഏത് ആക്ട് ആണ് അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഏത് ആക്ട് ആണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വിച്ച് ആക്ട് ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്? എളുപ്പമാണ്. എന്തായിരിക്കും? ഇന്ത്യൻ നഴ്സിംഗ് എന്താണ് കൗൺസിൽ ആക്ട് അല്ലെ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. ഓക്കെ, ക്ലിയർ ആയോ? 1947. ഓക്കെ, നഴ്സുമാര് തമ്മിൽ സംഘർഷം ഉണ്ടായെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഏത് വർഷമാണ്? 1947. ഓക്കെ, അടുത്തത് എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. ആരാണത്? കൺസ്യൂമർ അല്ലെ. ആരാണ്? കൺസ്യൂമർ. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഓക്കെ, PCPNDT ആക്ട് എന്താണ്? അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രിനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട്. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? PCPNDT ആക്ട്
ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. 1994 അല്ലെ, 1994 സെപ്റ്റംബർ 20th കേട്ടോ, സെപ്റ്റംബർ 20 അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, ഇതാണ് വർഷം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 അല്ലെ, 1971. ഓക്കെ, അതുപോലെ തന്നെ wages must be paid during the dash days of the month. അല്ലെ, വേജസ് എത്ര ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യുന്നതാണ്? 7 days of the month അല്ലെ. അതായത് ആദ്യത്തെ ആ ഒരു 7 ദിവസങ്ങൾക്കുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം? എംപ്ലോയീസിന് അവരുടെ വേജസ് കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ ഇൻ വിച്ച് ഇയർ ദ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്? മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഏത് വർഷമാണ്? 1933 അല്ലെ, 1933. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കാട്ടോ, മനസ്സിലൊരു ഇതുപോലെ ഓർത്തു വെക്കണം, വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വിച്ച് ആക്ട് കൺട്രോൾസ് ദ വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓണർഡ് ബൈ ദ ചാരിറ്റബിൾ ട്രസ്റ്റ്? ഏത് ആക്ടാണത്? നമ്മൾ പഠിച്ചതാണ്, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അല്ലെ. എന്തായിരുന്നു? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. ഏതാണ് വർഷം? 1860 കേട്ടോ, 800 കാലഘട്ടമാണ് കേട്ടോ, 1860 കേട്ടോ, മാറിപ്പോകരുത്. 1960 എന്ന് വിചാരിക്കരുത്, 1860 കേട്ടോ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, ഏതാണ് വർഷം? 65 വയസ്സിൽ ബോണസ് കിട്ടിയെന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഏതാണ്? 1965. ഓക്കെ, പിന്നെ പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ, ഏത് വർഷമാണ്? പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഏത് ഇയറിലാണ്? 2012 അല്ലെ, 2012 കേട്ടോ. അതുപോലെ തന്നെ അതിനകത്തുണ്ടല്ലോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ഉണ്ടല്ലോ, അത് ഏതാണ് വർഷം? 1998 കേട്ടോ, 1998 കേട്ടോ. ഓക്കെ, അല്ലെ നമ്മൾ പറഞ്ഞില്ലേ, വേസ്റ്റുകള് ബയോമെഡിക്കൽ വേസ്റ്റുകള് മറ്റ് വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ഇതിന്റെ പണി കിട്ടുന്ന ഓർത്താൽ മതി കേട്ടോ, 1998. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വർഷങ്ങൾ തന്നെയാണ് അവിടെ കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അത്രയൊക്കെയാണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നമ്മളെടുത്ത അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH ആയിരുന്നു അല്ലെ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH അത് നോക്കാം നമുക്ക്. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസിനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യം തന്നെ ആ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ ഒരുപാട് ക്വാളിറ്റി കൺട്രോൾ എന്താണ്, അതുപോലെ ക്വാളിറ്റി എന്താ പറയുക കൺട്രോള്, പിന്നെന്തായിരുന്നു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി അഷ്വറൻസ് അല്ലെ, ഇങ്ങനെയുള്ള കുറെ ടേമുകൾ നമ്മൾ അതിനകത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ അതുപോലെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ NABH അക്രഡിറ്റേഷൻ അതിന്റെ കാര്യങ്ങൾ ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം NABHന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. ഒരു ചോദ്യം ശ്രദ്ധിക്കാം. ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സെന്റേർഡ് ഓൺ പ്രൊവൈഡിംഗ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ഞാൻ പറഞ്ഞു, ആ കീവേഡ് ഒന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. പ്രൊവൈഡിംഗ് കോൺഫിഡൻസ് എന്താണ്? ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. എന്താണ് ഉത്തരം? ക്വാളിറ്റി അഷ്വറൻസ് ആണ്. ഓക്കെ, ദെൻ ക്വാളിറ്റി ഡാഷ് ഈസ് എൻ ഓൺഗോയിങ് റെസ്പോൺസ്. ഈ ഓൺഗോയിങ് റെസ്പോൺസ് എന്ന് പറയുന്ന വാക്കാണ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. കണ്ടിന്യൂസ് പ്രോസസ് എന്ന് കേൾക്കുമ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ് ആണ്. അപ്പൊ അങ്ങനെയൊന്നൊക്കെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഡാഷ് ഈസ് എൻ ഓൺഗോയിങ് റെസ്പോൺസ് ടു ക്വാളിറ്റി ഇവാലുവേഷൻ ഡാറ്റ അബൌട്ട് എ സർവീസ് ദാറ്റ് എൻഹാൻസ് ദ പ്രോസസ്. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്ന? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് TQM? എന്താണ് TQM ന്റെ ഫുൾ ഫോം? എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ദെൻ അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് എന്തായിരിക്കും അത്?
ക്വാളിറ്റി കൺട്രോൾ. വ്യത്യാസം മനസ്സിലായോ? ക്വാളിറ്റി അഷ്വറൻസിൽ എന്താ നമ്മൾ പറയുന്നത്? അതായത് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ്, ചെയ്തിട്ടില്ല, ചെയ്യും എന്നുള്ളൊരു വിൽ ബി സാറ്റിസ്ഫൈഡ് ആണ്. ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് തരുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആണ്. അതൊരു ഉറപ്പാണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വിപണിയിലോട്ട് എത്തിച്ചു, ആരുടെ കൈകളിലേക്ക് എത്തി? നമ്മുടെ കൺസ്യൂമറിന്റെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ അവരുടെ എന്താണ് റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ. അത് ഫുൾഫില്ലിംഗ് ആണ് വാക്ക് കേട്ടോ. ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് എന്നാണെന്ന് വെച്ചാൽ എന്താണ് ഇത്തരം ക്വാളിറ്റി കൺട്രോൾ ആണ്. ഓക്കെ, അടുത്തത് Dash is a process for improving patient contentment and enhancing quality standards across the hospitals of our country. എന്താണ് ഉത്തരം? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ? ഓക്കെ, അതുപോലെ ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ പബ്ലിക് റെക്കഗ്നീഷൻ. പബ്ലിക് റെക്കഗ്നീഷൻ എന്നറിയപ്പെടുന്ന എന്താണ്? അക്രഡിറ്റേഷൻ ആണ് അല്ലെ? ഇതാണ് അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ അക്രഡിറ്റേഷൻ സംബന്ധമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ, അതിലെ ഫുൾ ഫോമുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പൊ നോക്കുക, ഫുൾ ഫോം ഓഫ് COP. COP എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ് അല്ലെ? കെയർ ഓഫ് പേഷ്യന്റ് ആണ്. അതുപോലെ തന്നെ ഫുൾ ഫോം ഓഫ് HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അങ്ങനെയൊക്കെ ഉള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. NABHന്റെ ഫുൾ ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, അതുപോലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ്, മറ്റൊരു പേരും കൂടെ പറയുമല്ലോ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന്. എന്താ നമ്മൾ പറയാം? എന്താണ് പറയാ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ? KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ചോദിക്കാന്. ഡാഷ് ആർ യൂസ്ഡ് ടു മെഷർ, ട്രാക്ക് ആൻഡ് ഇവാലുവേറ്റ് ഓർഗനൈസേഷൻസ് പെർഫോമൻസ്. ഓപ്ഷൻസ്: പ്രോസസ് ഇൻഡിക്കേറ്റേഴ്സ്, ഓപ്ഷൻ ബി ഇൻപുട്ട് ഇൻഡിക്കേറ്റേഴ്സ്, ഓപ്ഷൻ സി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, ഓപ്ഷൻ ഡി ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റർ. എന്താണ് ആൻസർ? സി ആണ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് to be managed dash in 6 months. Option once, twice, thrice, none of these. Once. Okay, correct. How many quality improvement projects should be conducted during a year in an organization? How many projects, quality improvement projects that should be conducted? എത്ര ക്വാളിറ്റി പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ അതിനകത്ത് പഠിച്ചേ? 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളെങ്കിലും ഒരു വർഷത്തില് എന്ത് ചെയ്തിരിക്കണം? ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ okay, what does the term turn around time? Turn around time refer to in a health care setting. എന്താണ് ഉദ്ദേശിക്കുന്നത്? ടേൺ അറൗണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. ടൈം ടേക്കൺ ടു അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ. ഓപ്ഷൻ ബി ടൈം ടേക്കൺ ടു പെർഫോം എ സർജിക്കൽ പ്രൊസീജിയർ ഇൻ എ പേഷ്യന്റ്. ഓപ്ഷൻ സി ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. ഓപ്ഷൻ ഡി ടൈം ടേക്കൺ ടു ഡിസ്ചാർജ്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ്. അതെ, ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ഡാഷ് റെഫേഴ്സ് to the degree of adherence to pre-established criteria or standard. Option function, quality, period, time. Idan answer. Dash refers to the degree of adherence to pre-established criteria or standard. Endan uttaram quality aanu. Okay. What is meant by sentinel event? Sentinel event ennu parnal endana? Options: unanticipated event, planned event, graduation event, networking event. എന്താണ് ആൻസർ? അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ആണ് അല്ലെ? അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന എന്താണ്? അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ. ഡാഷ് വാസ് ഡിഫൈൻഡ് ആസ് ഇൻറ്റുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ. ഓപ്ഷൻസ്: റിവിഷൻ, ഓപ്ഷൻ ഡി റീഹാബിലിറ്റേഷൻ, ഓപ്ഷൻ സി റീഇൻറ്റുബേഷൻ, ഓപ്ഷൻ ഡി റിഫ്ലക്റ്റ്. എന്താണ് ആൻസർ വരിക?
എന്താണ് ആൻസർ വരിക? റീഇൻക്യുബേഷൻ അല്ലെ? ഓക്കെ. Central line associated bloodstream infection rate associated to the dash department. Options: operation theatre, option B emergency department, option C nursing department, option D infection control department. ഇതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, അതായത് ഈ പറയുന്ന സെൻട്രൽ കത്തീഡ്രൽ ഘടിപ്പിച്ചുകൊണ്ടുണ്ടാവുന്ന ബ്ലഡ് സ്ട്രീമിൽ ഉണ്ടാവുന്ന അണുബാധ എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ പോലെയാണ് അല്ലെ? അപ്പൊ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി. അതുപോലെ the percentage of minimum volume of patients which with evaluate the quality of care is അവസാനത്തെ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ പെർസെന്റേജ് ഓഫ് ദ മിനിമം വോളിയം ഓഫ് പേഷ്യന്റ് അല്ലെ? അവസാനത്തെ ആ ഒരു പേജിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ? സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റിയെ പറ്റി പറയുന്നത്, അതിനുള്ള ക്വസ്റ്റ്യൻ ആണത്. ദ പെർസെന്റേജ് ഓഫ് മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് വിച്ച് വിൽ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് കെയർ ഈസ് കറക്റ്റ് ആണ് കേട്ടോ. 30% ആണ്. പിന്നെ അടുത്തത് the time takes to fix an equipment that has been broken down or malfunctioned. എന്താണ് ആ ടൈമിന് നമ്മൾ പറയാം? ഓപ്ഷൻസ് വായിക്കാം. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം, സെൻട്രലൈസ്ഡ് ടൈം, കമ്മിറ്റഡ് ടൈം, നെസസറി ടൈം. എന്താണ് ആൻസർ വരിക? critical equipment breakdown time. Dash is a measure of utilization of the available bed capacity in a hospital. Option A, goods receipt note, bed occupancy rate, quality indicator, none of these. A bed in the negative BOR ആണ് അല്ലെ? bed occupancy rate ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് the document used to record the receipt of goods or materials into an organization ഇൻവെന്ററി. എന്താണ് ഉത്തരം? ഗുഡ്സ് ഇൻസ്പെക്ഷൻ നോട്ടാണോ, ഡെസ്പാച്ച് നോട്ടാണോ, ഗുഡ്സ് റിസീപ്റ്റ് നോട്ടാണോ, പാക്കിംഗ് നോട്ടാണോ? എന്താണ് ആൻസർ? GR, ഗുഡ് റിസീപ്റ്റ് നോട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. പിന്നെ ആ ഫുൾ ഫോമുകളൊക്കെ ഒന്ന് എപ്പോഴും പഠിച്ചു വെക്കണം. അതില് പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള നമ്മൾ NABHന്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞപ്പോ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ആ എക്സ്പാൻഷൻസുകളൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മള് പഠിച്ചത് എന്തായിരുന്നു? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെ? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. Which medical gas is used for the resuscitation and inhalation therapy? എളുപ്പമാണ്. ഓപ്ഷൻ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്. എന്താണ് ആൻസർ? ഓക്സിജൻ. കാർബണോ? കാർബൺ അല്ല കേട്ടോ, ഓക്സിജൻ. ഓക്കെ, വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ റീസസിറ്റേഷൻ ആൻഡ് ഇൻഹേലേഷൻ തെറാപ്പി കേട്ടോ. നമ്മൾ അവിടെ മെഡിക്കൽ ഗ്യാസുകൾ, 7 മെഡിക്കൽ ഗ്യാസുകളുടെ യൂസുകൾ പഠിക്കുന്നുണ്ട്. അത് എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കളർ കോഡിന്റെ ഒരു ടേബിൾ ഉണ്ട്, അത് പഠിച്ചു വെക്കണം കേട്ടോ. കളർ കോഡൊക്കെ ചോദിക്കാറുണ്ട്. റെഗുലേറ്റർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് പഠിക്കുമ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്യാം. അതുപോലെ ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് നോൺ ആസ് എ ലാഫിംഗ് ഗ്യാസ്, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏത് മെഡിക്കൽ ഗ്യാസ് ആണ്? നൈട്രസ് ഓക്സൈഡ് കേട്ടോ, N2O. അതന്നെ, നൈട്രസ് ഓക്സൈഡ്. അടുത്ത നോക്കാം. അതുപോലെ നമ്മള് എന്താ പറയാ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കുറച്ച് കമ്പോണന്റുകൾ പഠിച്ചിരുന്നു അല്ലെ? മെഡിക്കൽ പൈപ്പ് ലൈൻ സിസ്റ്റത്തിനെ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. അതൊക്കെ ഓർത്തു വെക്കാം. പിന്നെ വാൽവുകൾ ഉണ്ട് അല്ലെ? സോൺ വാൽവുകൾ ഉണ്ട്, അതുപോലെ തന്നെ സോൺ വാൽവുകൾ ഉണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എവിടെയാണ് അത് പ്ലേസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ ദ കോറിഡോർ വാൾസ്? കോറിഡോർ ചെടനാടികൾ എന്നൊക്കെ പറയില്ല, 2 റൂമുകളൊക്കെ
തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന കോറിഡോർ വാൾസിൽ കണക്ട് ചെയ്യുന്ന ഏത് വാൽവാ? സോൺ വാൽവാണ് കേട്ടോ. ഓക്കെ, സോൺ വാൽവാണ്. അതുപോലെ തന്നെ which facility in medical gas system is used to supply gases? Gases supply ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫെസിലിറ്റി എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. വാൽവ്, ഓപ്ഷൻ ഡി കൺട്രോൾ പാനൽ, ഓപ്ഷൻ സി പ്രഷർ റെഗുലേറ്റർ, ഓപ്ഷൻ ഡി ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ടു സപ്ലൈ ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് കമ്പോണന്റാ? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് ആണ് അല്ലെ. ഓക്കെ, അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ സെക്കൻഡറി എക്യുപ്മെന്റ് ഇൻ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം? ഓപ്ഷൻസ് ഗ്യാസ് ഫ്ലോ മീറ്റർ, ഓപ്ഷൻ ബി വാൽവ്, ഓപ്ഷൻ സി പൈപ്പിംഗ് നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി സോഴ്സസ്. ഇതാണ് ഉത്തരം. ഗ്യാസ് ഫ്ലോ മീറ്റർ. ബാക്കിയെല്ലാം എന്താണ്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റ് ആണ്. വാട്ട് ഈസ് ദ കളർ കോഡ് ഫോർ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ? ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ. എന്താണ് കളറ്? വൈറ്റ് അല്ലെ, വൈറ്റ് കളറാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് എ ഡിവൈസ് ദാറ്റ് അസെപ്റ്റ്സ് ഗ്യാസ് അറ്റ് എ ഹൈ പ്രഷർ ആൻഡ് ലെസൻസ് ഇറ്റ് ടു എ മച്ച് ലോവർ വർക്കിംഗ് പ്രഷർ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം എന്താണ്? റെഗുലേറ്റർ അല്ലെ. ഉത്തരം എന്താണ്? റെഗുലേറ്റർ. എക്സ്പാൻഷൻ ഓഫ് MSDS. MSDS എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കേട്ടോ. അതുപോലെ who provide staff and visitors with the necessary personal protective equipment? Options manifold operator, option B supervisor, option C doctor and option D nurse. ആരാണ് മെഡിക്കൽ പേഴ്സണൽസിന് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആരാണ്? സൂപ്പർവൈസർ ആണ് അല്ലെ. ഓക്കെ, സൂപ്പർവൈസർ ആണ്. അതുപോലെ എന്താണ് ERP? ERP സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻസ് ഏർലി റെസ്പോൺസ് പ്ലാൻ, എമർജൻസി റിക്വയർഡ് പ്ലാൻ, എമർജൻസി റെസ്പോൺസ് പ്ലാൻ, നൺ ഓഫ് ദി എബോവ്. എന്താണ് ആൻസർ വരിക? എമർജൻസി റെസ്പോൺസ് പ്ലാൻ ആണ് കേട്ടോ. വിച്ച് മെഷീൻ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് അനസ്തെറ്റിക് ഫോർ ദ പേഷ്യന്റ്? പേഷ്യന്റിന് അനസ്തേഷ്യ ഗ്യാസ് നമ്മൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീന്റെ പേര് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓപ്ഷൻസ് വായിക്കാം. ബോയ്സ് മെഷീൻ, ഓട്ടോക്ലേവ്, ക്വാർട്ടറി മെഷീൻ ആൻഡ് നൺ ഓഫ് ദി എബോവ്. ആൻസർ ഏതാ വരിക? ബോയ്സ് മെഷീൻ ആണ് കേട്ടോ. അതുപോലെ which of the following is comes under the duties of a manifold operator? ലാസ്റ്റ് നമ്മൾ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കുന്നുണ്ട് അല്ലെ. നോക്കുക, ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ചെക്ക് ഓൾ സിലിണ്ടേഴ്സ് ഫോർ ലീക്കേജ്, ഓപ്ഷൻ ബി മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് നീഡഡ് ഇൻസ്ട്രുമെന്റ്, ഓപ്ഷൻ സി ടു എൻഷുർ ദ കറക്റ്റ് പ്രഷർ ഇൻ ദ പൈപ്പ് ലൈൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരിക? ഓൾ ഓഫ് ദി എബോവ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. 5 പേരുടെയാണ് പഠിച്ചത് കേട്ടോ. 5 അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത്. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The professional who performs administrative and clerical duties related to the operation of the outpatient department. Options hospital administrator, patient counselor, outpatient secretary, outpatient department executive. എന്താണ് ഓപ്ഷൻ? അല്ല, ആൻസർ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. നമുക്ക് സ്ഥാനത്ത് രണ്ടെണ്ണമാണ് കൺഫ്യൂഷൻ തോന്നുക. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. ഏതാണ് ആൻസർ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വരുന്നത് who process request for the medical records? Who process request for the medical records? Option A outpatient secretary, option B outpatient department executive, option C patient counselor, option D none of these. എന്താണ് ആൻസർ വരിക? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് കേട്ടോ. എക്സിക്യൂട്ടീവ് അല്ല കേട്ടോ, സെക്രട്ടറി ആണ്. ഓക്കെ, നോക്കിയാൽ മതി, അത് മാറിപ്പോകും നമുക്ക്. Who is responsible for educating patients and their families about their diagnosis, treatment options, and other sides of their care? Options hospital administration, B patient counselor, C OPD executive, D medical secretary. എന്താണ് ആൻസർ വരിക? പേഷ്യന്റ് കൗൺസിലർ ആണ് കേട്ടോ. ഓക്കെ,
അപ്പൊ ഈ രീതിയിൽ അവിടെ അങ്ങനെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. 5 പേരുടെ പഠിക്കുന്നുണ്ട്, 5 പേരുടെയും ഏകദേശം നമുക്ക് ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവിന്റെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പേഷ്യന്റ് കൗൺസിലറിന്റെ അധികം മാറിപ്പോവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് അല്ലെ. മെഡിക്കൽ എക്യുപ്മെന്റ് എളുപ്പമാണ്, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അത് തെറ്റിപ്പോവാൻ ചാൻസ് ഇല്ല. അതൊന്ന് വായിക്കാം. ഇത് കാണുന്നില്ല. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. ഡാഷ് ഇൻസ്ട്രുമെന്റ് used in the field of medicine for sucking fluids from a person's airways and mouth. Options: structure, wheelchair, trolleys, suctioning machine. ഇതായിരിക്കും ആൻസർ വരിക, suctioning machine. Okay. Dash is the important component of anesthetic gas machine. Options: flow meter, സിറിഞ്ച് പമ്പ്, സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ. ഇതാണ് ആൻസർ വരിക. അനസ്തെറ്റിക് ഗ്യാസ് മെഷീന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഏതാണ് ആൻസർ? ഫ്ലോ മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എൻ ഒഫ്താൽമോസ്കോപ്പ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ടു മെഷർ ഇൻട്രോക്കുലർ പ്രഷർ, ടു എക്സാമിൻ ദ റെറ്റിന ആൻഡ് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഐ, സി ടു കറക്റ്റ് വിഷൻ, ഡി ടു റിമൂവ് കാറ്ററാക്ട്. ഇതാണ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ടു എക്സാമിൻ ദ റെറ്റിന ആൻഡ് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഐ. അടുത്തത് the laboratory instrument that is used to separate the fluids, gas or liquid is called. Options: treadmill, euroflowmeter, Holter monitor, centrifuge. ഇതാണ് ആൻസർ വരിക, centrifuge. Okay. What is the primary purpose of a Holter monitor? ഹോൾട്ടർ മോണിറ്റർ ഓർമ്മയില്ല, നമ്മുടെ പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞു 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ടു മോണിറ്റർ ബ്ലഡ് പ്രഷർ, ഓപ്ഷൻ ബി ടു മോണിറ്റർ റെസ്പിറേറ്ററി റേറ്റ്, ഓപ്ഷൻ സി ടു മോണിറ്റർ കാർഡിയക് റിതം ആൻഡ് ആക്ടിവിറ്റി, ആൻഡ് ഓപ്ഷൻ ഡി ടു മോണിറ്റർ ഓക്സിജൻ സാച്ചുറേഷൻ. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ടു മോണിറ്റർ കാർഡിയക് റിതം ആൻഡ് ആക്ടിവിറ്റി. Which test is used to help find neuromuscular deformity? Neuromuscular deformity. Options: EMG, ECG, EEG, none of these. EMG. And the full form of the EMG, electromyography, ECG, electrocardiogram, EEG, electroencephalogram. ഇതൊക്കെ പഠിക്കാം. അടുത്തത് dash is a set of mechanisms to straighten broken bones or relieve the pressure on the spine and bones. Options: traction, option B cardiac monitor, option C suction pump, option D syringe pump. Answer ഇതാണ്, traction ആണ് അല്ലെ. ഓക്കെ, traction ആണ്. അടുത്തത് ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത് ഡയറക്റ്റ് ആയി വരുള്ളൂ, അത് തെറ്റിപ്പോകാതെ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മെഡിക്കൽ ഇൻഷുറൻസിന്റെ കുറച്ച് ഭാഗങ്ങളാണ്, അതൊന്ന് നോക്കാം. Dash means your medical expenses caused by the diseases and accidents. ഉത്തരം എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ. പഠിക്കുന്നില്ല, ഫസ്റ്റ് തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ് എന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് അതുപോലെ ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ്, അങ്ങനെയൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഒക്കേഴ്സ് ഈസ് നോൺ ആസ്, എന്താണ് പറയാ, ലോസ് സംഭവിക്കുന്ന ആള് അല്ലെ. നഷ്ടം സംഭവിച്ച് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തി ആരാണ്? ഇൻഷുർഡ് ആണ്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാ? പോളിസി ഹോൾഡർ അല്ലെ. ഇൻഷുർഡ് ആരാണ്? പോളിസി ഹോൾഡർ ആണ്. ഓക്കെ. അടുത്തത് എക്സ്പാൻഡഡ് ഫോം ഓഫ് IRDAI എന്താണ്? ഇൻഡസ്ട്രിയലല്ല, ഇൻഷുറൻസ്
റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അതുപോലെ ESI എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ദ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, ശ്രദ്ധിക്കാം കേട്ടോ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആസ് പെർ ദ ESI ആക്ട് 1948 ഈസ് ഡാഷ്. എത്രയാണ് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ? എത്രയാ? എംപ്ലോയർ എത്രയാണോ? കറക്റ്റ് ആണ് കേട്ടോ, 3.25 ആണ് കേട്ടോ, 3.35 അല്ല, 3.25 ആണ് കേട്ടോ. ഓക്കെ, എ പെൻഷനർ ഈസ് എ ഡാഷ് കാർഡ് ഹോൾഡർ ഇൻ CGHS. പെൻഷനറിന്റെ കാർഡ്, CGHS കാർഡിന്റെ കളർ എന്താ? സ്ട്രൈപ്പിന്റെ കളർ ഏതാ? പെൻഷനർ. അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റർ, അവരുടെയൊക്കെ ഏതാണ്? ഗ്രീൻ ആണ് അല്ലെ, ഇതാണ് ഗ്രീൻ കളർ ആണ്. ഓക്കെ, അടുത്തത് പെൻഷനേഴ്സ് ആൻഡ് ദയർ ഫാമിലി മെമ്പേഴ്സ്. ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് ആൻഡ് ദയർ ഫാമിലി മെമ്പേഴ്സ് ആർ ദ ബെനിഫിഷ്യറീസ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ് RSBY, ESI, CGHS, ഓൾ ഓഫ് ദിസ്. ഏതാണ്? CGHS കേട്ടോ. ഓക്കെ, അടുത്തത് the RSBY came into existence. RSBY എന്താണ്? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന അല്ലെ. എന്നാണ് ഇത് നിലവിൽ വന്നത്? 2008 April 1 കേട്ടോ, 2008 April 1. ഓക്കെ, അടുത്തത് ഇത് നോക്കട്ടോ. The eldest surviving member is given an amount of dash for the funeral purpose as a part of ESI benefit. എത്ര കിട്ടാം? ഫ്യൂണറൽ പർപ്പസിനായിട്ട് ESI ബെനിഫിറ്റ് എത്ര കൊടുക്കുന്നത്? 15,000. നമ്മൾ ആ എമൗണ്ട് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 15,000 കേട്ടോ. അതുപോലെ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ESI ആനുകൂല്യം ലഭിക്കണമെങ്കിൽ പ്രതിമാസ വരുമാനം 21,000 അതിന് താഴെ വരുമാനം ഉള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം കിട്ടുള്ളൂ കേട്ടോ. അതിന് മുകളിൽ പോകുന്നവർക്ക് ESI ആനുകൂല്യം ലഭിക്കില്ല. അതുപോലെ തന്നെ നോക്കണ്ട, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The employee who is getting daily wages of less than dash shall be excluded from the payment of contribution in ESI. എത്രയാ? 176 കേട്ടോ, 176 കേട്ടോ. ഓക്കെ, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ഏത് വർഷം? 1954. ESI ഏത് വർഷം? 1948. RSBY ഏത് വർഷം? 2008 April 1. അതൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. ESI കൂടുതലും ഇൻഡസ്ട്രിയൽ തൊഴിലാളികൾക്കാണ്. RSBY ആണെങ്കിൽ BPL ഫാമിലീസിനും വർക്കേഴ്സ് ഓഫ് ദ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആണ്. CGHS ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, RSBY ഈസ് എ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഫോർ ഡാഷ് ബിലോ പോവർട്ടി ലൈൻ അല്ലെ. BPL ഉണ്ട്, അതുപോലെ വർക്കേഴ്സ് ഓഫ് ദ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സും ഉണ്ട്. ഓക്കെ, അതുപോലെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കുക. മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ആ പേരിൽ തന്നെ കിടപ്പുണ്ട് അല്ലെ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. ഓക്കെ ആണല്ലോ. അപ്പൊ മതി, ഇത്രയും മതി കേട്ടോ. 12 ആയിട്ടുണ്ട്. അപ്പം വേറെ ഒന്ന് ഗുഡ് ബൈ പറയാണ്. എനിവേ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കൊക്കെ മേടിക്കുക, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ജോലിയിലേക്കൊക്കെ കയറാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, കോൺവൊക്കേഷൻ ഒക്കെ വരുമ്പോ പേജിലുണ്ട് കേട്ടോ. കോൺവൊക്കേഷൻ ഒക്കെ വരുമ്പോ വരിക, അപ്പൊ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. കൂടുതൽ സംസാരിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല, പോർഷൻസ് എടുത്ത് തീർക്കണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ആളറിയുന്നുണ്ടാവില്ല കേട്ടോ, പേര് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ. അപ്പൊ അന്ന് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ വേറെ എന്താണ്? വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ എല്ലാവരും. നന്നായിട്ടൊക്കെ പഠിക്കുക. എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് നല്ലൊരു ജോലിയിലേക്ക് നോക്കുക, സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, ശരി എന്നാ. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം കേട്ടോ. ശരി എന്നാ, താങ്ക് യു.